ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു ലഞ്ച് റെസിപ്പീസാണ് കേട്ടോ കാണിക്കുന്നത്. ചോറും പിന്നെ ഒരു സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു മോര് കറിയുടെ റെസിപ്പിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കണവ വെച്ചിട്ടുള്ള ഒരു ഫ്രൈൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ കണവ ഫ്രൈ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ, സൂപ്പറാണ്. നല്ല പെർഫെക്റ്റായിട്ട് തയ്യാറാക്കിയെടുത്താണ് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനതവിടെ 1 കിലോയുണ്ട്. ഈ ഒരു കണവ ഇത്രയും നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ്. റൗണ്ട് ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. സ്ക്വയർ പീസായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ റൗണ്ട് പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും, ഒരു 2-2.5 ടീസ്പൂണോളം പെരുംജീരകത്തിൻ്റെ പൊടിയും, ഒരു 2-3 ടേബിൾ സ്പൂൺ മുളക് പൊടി. കാശ്മീരി ചില്ലി പൗഡറാണ്, ഒട്ടും തന്നെ എരിവില്ല, കളറുള്ള മുളക് പൊടിയാണ് കേട്ടോ. അപ്പം നമ്മൾ നല്ല എരിവുള്ള മുളക് പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഈ ഒരു ഫിഷിൽ അധികം അങ്ങ് എരിവ് പിടിക്കാത്തൊരു മീനായതുകൊണ്ട് തന്നെ നമ്മൾ മുളക് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. പിന്നെ അത് 1 ടേബിൾ സ്പൂൺ നിറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 2-3 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1-2 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എല്ലാ മസാലയൊക്കെ ഒന്ന് ആ കണവയിലോട്ടൊന്ന് പിടിച്ച് വരട്ടെ. അതുവരെ നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒരു മസാലയൊക്കെ പുരട്ടിയതിന് ശേഷം നമുക്കൊരു അരമണിക്കൂറൊന്ന് മാറ്റിക്കാം കേട്ടോ. അപ്പോൾ ആ മസാല നന്നായിട്ടൊന്ന് പിടിച്ചിട്ട് അല്ലെങ്കിൽ ഉടനെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. കുക്കറിലിട്ടിട്ട് നമുക്കൊരു 2-3 വിസിൽ കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഫ്രൈ ആക്കി എടുത്താലും പെട്ടെന്ന് റെഡിയായി കിട്ടും. അല്ലെങ്കിൽ നേരിട്ട് നമുക്കൊരു പാനിലിട്ടിട്ട് ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ടോ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് കുറച്ച് ടൈം കൂടുതലെടുത്തിട്ട് തന്നെ വേവിച്ചെടുത്തതാണ് കേട്ടോ. വേവിച്ച് എടുക്കാം. അപ്പോൾ ഞാൻ ഒരു മസാലയൊക്കെ പുരട്ടി കണവ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു മോര് കറി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പച്ചമുളകും ഉപ്പും പിന്നെ വെള്ളരിക്കും കുമ്പളങ്ങയും എടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതൊരു പകുതി വേകുമ്പോൾ നമുക്കിതിലുള്ള ബാക്കിയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതവിടെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ മാരിനേഷൻ ചെയ്ത് മാറ്റി വെച്ചില്ല ഒരു കണവ ഈ ഒരു എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ടൈമിലൊന്ന് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ അടപ്പുകൊണ്ട് അടച്ചിട്ട് ഒന്ന് ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാക്കും. പിന്നെ ഈ കണവയിൽ നിന്നൊക്കെയുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ആ ഒരു വെള്ളത്തിലാണ് കണവ ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ നേരെ കുക്കറിലിട്ടിട്ട് 2-3-4-5 വിസിൽ കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുത്താലും മതി. രണ്ടായാലും ഓക്കെയാണ്. അപ്പോൾ ഞാനത് ഡയറക്റ്റായിട്ട് ആ പാനിലിട്ട് തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ആ ഒരു എണ്ണ ഒഴിച്ച് പിന്നെ ആ ഒരു കണവെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. കണവെല്ലാം നിരത്തി വെച്ച് കൊടുത്ത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കാം. അല്ലെങ്കിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിരുന്നാലും മതി. ചിലപ്പം അടിക്കൊക്കെ പിടിക്കുമെന്ന് പേടിയുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിരുന്നാലും മതി കേട്ടോ. അപ്പോൾ അതിൽ നിന്നുള്ള വെള്ളം തന്നെ അങ്ങ് ഊർന്നിറങ്ങിക്കോളും. ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കരുത് കേട്ടോ. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് വെള്ളം ഇറങ്ങിക്കോളും. പ്രോൺസൊക്കെ ആയിരുന്നാലും അതുപോലെ തന്നെ ഈ ഒരു കണവയൊക്കെ ആയിരുന്നാലും വെള്ളം അതിൽ നിന്ന് തന്നെ നല്ലോണം ചൂടാകുമ്പോൾ ഇറങ്ങി വന്നോളും. അപ്പം ഞാനതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം 3 മിനിറ്റ് ആയ സമയത്താണ് ഞാൻ അടപ്പൊന്ന് മാറ്റി നോക്കുന്നത്. വെള്ളം ഒന്ന് ഇറങ്ങി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ വീണ്ടും ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു 3 മിനിറ്റിൽ കണവ വേവുന്നതാണ് എനിക്ക് കുറേ കമൻസ് വന്നത്. എൻ്റെ അനുഭവത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ എല്ലാ വീഡിയോസിലും ഇത് പറയുന്നതാണ് ഈ കണവയുടെ കാര്യത്തിൽ. ഞാൻ എപ്പോൾ റീലിട്ടാലും എൻ്റെ താഴെ വന്ന് ഒരാളെങ്കിലും വന്ന് കമൻറ്റ് ഇട്ടിട്ട് പോകും, അത് ഓവർ കുക്കാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് കേട്ടോ, സോറി. അപ്പം അതൊന്ന് ഞാൻ അടച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇതാ നമ്മൾ ഇട്ടിട്ടുള്ള ഒരു കുമ്പളങ്ങ വെള്ളരിക്കൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു പഴമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ഏത്തപ്പഴം ഒന്ന് നന്നായിട്ട് പഴുത്ത് തന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അത് ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചിട്ട് അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കും. ആ ഒരു പഴം ഒന്ന് റെഡിയായി വരട്ടെ, ഒന്ന് വെന്ത് വരണം കേട്ടോ. അപ്പോൾ ഒന്ന് അടച്ചൊന്ന് അതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇനി ഇതിലേക്കൊരു അരപ്പൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പോളം തേങ്ങ, 5-6 ചെറിയുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 കപ്പോളം വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്തിട്ടുള്ള കൂട്ട് നമുക്കിനി വെന്ത് വന്നിട്ടുള്ള ആ ഒരു വെള്ളരിക്ക കുമ്പളങ്ങ പഴത്തിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ആദ്യം വേവിക്കാൻ വെച്ചിട്ടുള്ള വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വീണ്ടും ഒരു 1/4 കപ്പോളം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം.
ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് തൈരൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പോളം തൈരാണ് കേട്ടോ. നല്ല പുളിയുള്ള തൈരാണ്. നമ്മൾ ഇങ്ങനെയുള്ള കറികളൊക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെ ചേർക്കണേ. അപ്പോഴേ ആ ഒരു കറിക്ക് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ടേസ്റ്റ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഒന്ന് കറി ഒന്ന് തിളച്ചുകൊണ്ടിരുന്നില്ല, ആ ഒരു തിളയൊക്കെ ഒന്ന് നിന്നതിന് ശേഷം വേണം നമ്മൾ തൈര് ഇതുപോലെ ഒന്ന് അടിച്ചിട്ടൊന്ന് ചേർത്തെടുക്കാൻ വേണ്ടി കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ കറി നന്നായിട്ടൊന്ന് പിരിഞ്ഞു പോവുകയും ചെയ്യും, കാണാനും ഒരു ഭംഗിയാണില്ല, ടേസ്റ്റ് ഒന്നും അത്രയ്ക്ക് നല്ലതാവില്ല കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം മെയിനായിട്ട് ഈ ഒരു മോര് കറിക്ക് തയ്യാറാക്കി എടുക്കാം, ആ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു പുളിശ്ശേരി നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് കറിയൊന്ന് ഞാൻ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്കൊന്ന് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ക്കൊന്ന് വെച്ച് കൊടുത്തു. തട്ക്കൊന്ന് ചൂടാവുന്നതിന് ശേഷം അതിലേക്ക് ഒരു 1 തൊട്ട് 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ ആകാം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. ഇങ്ങനെയുള്ള കറികളൊക്കെ നമ്മൾ വെളിച്ചെണ്ണ തന്നെ താളിച്ചെടുക്കണേ, അപ്പോഴേ അതിനൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പിലയും പിന്നെ അതുപോലെ തന്നെ ഒരു കൊണ്ടാട്ട മുളകില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു കൊണ്ടാട്ട മുളകും കൂടെ ചേർത്ത് താളിച്ചിട്ടാണ് ഈ ഒരു കറിയിൽ ചേർക്കുന്നത്. അപ്പോൾ ഒരു കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു 5-6 ഒരു കൊണ്ടാട്ട മുളക്, ഉണക്കമുളകില്ല തൈര് മുളക്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്നും മൊരിഞ്ഞ് വരണേ. ഫ്ലെയിം കുറച്ച് വയ്ക്കാൻ കേട്ടോ ഒരു ടൈമിൽ. എന്നിട്ട് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചതാണ്, അതിൻ്റെ ഒരു പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയാണ് കേട്ടോ, കാശ്മീരി ചില്ലി പൗഡറാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇതിൻ്റെ ഈ ഒരു കറിക്ക് മെയിൻ ഒരു താളിപ്പ് മെയിൻ ഘടകമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഭയങ്കര വല്ലാത്തൊരു ഫ്ലേവറാണേ. അപ്പോൾ ഒരു താളിപ്പ് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു കറി തന്നെ കിട്ടും. അപ്പോൾ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കൂട്ടും കൂടെ ആ ഒരു കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ സെർവ് ചെയ്താൽ മതിയാവും. അതിന് മുമ്പ് നമുക്ക് ആ ഒരു താളിപ്പ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് അടച്ചൊന്ന് മാറ്റി വയ്ക്കണേ. അപ്പോൾ ആ ഒരു ഫ്ലേവറൊക്കെ നിന്നിട്ട് നല്ലൊരു സ്മെല്ലും ടേസ്റ്റൊക്കെ നല്ലതായിരിക്കും. എനിക്കിഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഈ ചോറും ഒരു മീൻ പൊരിച്ചതും ഈ ഒരു കറിയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. തൈരും മീനും കഴിക്കാൻ പാടില്ലെന്നാണ് പറയണത്, പക്ഷേ എങ്കിലും ഈ ഒരു കറിയും ആ ഒരു മീൻ പൊരിച്ചത് കാട്ട് കഴിക്കുമ്പോഴൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ അടച്ചൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ കണവ എന്തായെന്ന് നോക്കാം. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഏകദേശം. ഇത് കുറച്ച് ടൈം എടുത്തു കേട്ടോ, പെട്ടെന്നൊന്ന് റെഡി ആയതല്ല, കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ആ വെള്ളമൊക്കെ ഒന്ന് വന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നേ ഈ കണവ ഒന്ന് റെഡി ആയിട്ടുണ്ടോ ഇല്ലേന്നൊക്കെ ഉള്ളത്. നന്നായിട്ട് വേവിക്കണം, എങ്കിൽ മാത്രമേ ഇതൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഒരു റബ്ബർ കൺസിസ്റ്റൻസി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ആ ഒരു അതിലുള്ള മസാലയൊക്കെ കണ്ടു നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ആവശ്യമുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഫ്രൈ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് വേണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് അടപ്പ് മാറ്റുന്നു, ഇളക്കി കൊടുക്കുന്നു, വീണ്ടും അടച്ചു വയ്ക്കുന്നു, അങ്ങനെയാണ്. അപ്പം ഹൈ ഫ്ലെയിം ആക്കിയിട്ടുണ്ട്, പിന്നെ മീഡിയം ഫ്ലെയിം ആക്കും, പിന്നെ ലോ ഫ്ലെയിം ആക്കും, അങ്ങനെയാണ് കേട്ടോ. ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞത് റെഡിയായി വരാൻ വേണ്ടിയിട്ട്. കുക്കറിലാണെങ്കിൽ ഒരു 4-5 വിസിലെടുത്തതിന് ശേഷം ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താലും പെട്ടെന്ന് കാര്യം കഴിയും. പക്ഷേ ഇത് കുറച്ച് ടൈം എടുത്തിട്ട് തയ്യാറാക്കി എടുത്തതേ ഉള്ളൂ കേട്ടോ. കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്നതും നമ്മൾ കുക്കറിൽ ചെയ്യുന്നതിനൊക്കെ കുറച്ചൊക്കെ വ്യത്യാസമുണ്ട് അതിന് ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തത്. അപ്പോൾ നമ്മുടെ ഒരു കണവ അല്ലെങ്കിൽ കൂന്തൽ ഫ്രൈ ഇവിടെ ഏകദേശം റെഡിയായി വരുന്നേ ഉള്ളൂ. ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ ഡ്രൈ ആയി പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല സോഫ്റ്റ് ആയിരുന്നു ഈ ഒരു കണവ. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് വരട്ടി എടുത്തിട്ടുണ്ട്. ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി, എണ്ണ ഒന്നുമില്ല കേട്ടോ, എണ്ണ പിന്നെ അഡീഷണൽ ചേർക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഇതിൽ തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തു. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ ലഞ്ചും റെഡി ആയിട്ടുണ്ട്. മട്ടയരിച്ചോറും ആ ഒരു കണവ ഫ്രൈ, പിന്നെ ഒരു ക്യാബേജ് തോരനാണ്, മഞ്ഞൾപ്പൊടി ചേർക്കാതെ ഇറക്കി എടുത്തിട്ടുള്ള ക്യാബേജ് തോരനും, പിന്നെ ഒരു സ്പെഷ്യൽ കുമ്പളങ്ങയും എല്ലാം വെള്ളരിക്കയും പഴമൊക്കെ ചേർത്ത് തയ്യാറാക്കി എടുത്തിട്ടുള്ളൊരു മോരുകറി. അപ്പം ഞാനതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചിരുന്നുണ്ടേ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോ, സൂപ്പറാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ വേറെ കോംപ്രമൈസ് ചെയ്തില്ല, സൂപ്പർ ടേസ്റ്റ് തന്നെയായിരുന്നു. പക്ഷെ കുറച്ച് ടൈം എടുക്കും, കുഴപ്പമില്ല. നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്ത് നല്ല മഴയായിരുന്നേ. പിന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുറത്തു നിന്നിരുന്ന് മഴയൊക്കെ ആസ്വദിച്ചിരുന്നു. എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.